Hello, welcome back to Anju's World. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചുരിദാർ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്കിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഫേസ് ഒന്നും വാഷ് ചെയ്തിട്ടില്ല. ഫേസ് വാഷ് ചെയ്യാനായിട്ട് ന്യൂട്രിജീനയുടെ ഡീപ്പ് ക്ലീൻ ഫോമിംഗ് ക്ലെൻസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഫേസ് വാഷാണ്. നമ്മുടെ ഫേസിലെ ആ ഒരു ഓയിൽ കണ്ടൻറ്റ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഫേസ് അധികം ഡ്രൈ ആക്കാതെ ഇത് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേസ് ഇപ്പോൾ കൂടുതൽ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് ശേഷം ഞാനിവിടെ ബയോട്ടിക്കിൻ്റെ ടോണറാണ് നമ്മുടെ ഡേർട്ട് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഫുൾ ഡേർട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഞാനിവിടെ ഒരു റെനി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ പ്രീ മേക്കപ്പ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു അടിപൊളി ഓസം പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ ഒരു ഫേസിന് ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക കേട്ടോ. നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഓയിലാണ്. നമ്മുടെ ഫേസിന് ആ ഒരു എന്താ പറയുക ഗ്ലോ, നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ, നമുക്ക് ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ലൊരു സോഫ്റ്റ്, നല്ല എന്താ പറയുക സോഫ്റ്റ് ഗ്ലോ നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു സിറം പോലെ തന്നെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, നല്ലൊരു ഗ്ലോ, നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും. അപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സ്വന്തം ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു അടിപൊളി മോയ്സ്ചറൈസറാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഫുൾ കോട്ടിംഗ് പോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുന്നേ ഒരു നമ്മുടെ സ്കിൻ അങ്ങനെ ഫുള്ളായിട്ട് ഡാമേജ് ആവാതിരിക്കാനായിട്ട് നല്ലൊരു കോട്ടിംഗ് പോലെ കൊടുക്കാറുണ്ട്. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെബിലൈൻ്റെ കൺസീലറാണ് കേട്ടോ. അപ്പോൾ കൺസീലർ ഞാൻ നമ്മുടെ കണ്ണിൻ്റെ താഴെ, അതുപോലെ കണ്ണിൻ്റെ മേലെ, പിന്നെ കൂടുതൽ ഡാർക്കായിട്ട് തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ കൺസീലർ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ, ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിൽ ഒന്ന് നന്നായിട്ട് ഫേസിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരേപോലെ നമുക്ക് തോന്നും, അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് തോന്നില്ല സ്കിന്നിന്. കണ്ടില്ലേ ഇതുപോലെ. അതിനുശേഷം ഞാനിവിടെ ഐ ഷാഡോ ആയിട്ട് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഒരു എന്താ പറയുക ഒരു അടിപൊളി ഷെയ്ഡായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഐ ഷാഡോ ഇട്ട ഒരു ഫീൽ ഉണ്ടാവില്ല, എന്നാൽ നമ്മുടെ കണ്ണ് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കും. ഞാനിപ്പോൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു അടിപൊളി ഷെയ്ഡാണത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, നമുക്ക് ആ ഒരു വ്യത്യാസം അങ്ങനെ മനസ്സിലാവില്ല. ഐ ഷാഡോ ഇട്ടിട്ടുണ്ട് നമുക്ക് തോന്നില്ല, എന്നാലും കണ്ണൊന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം ഞാനിവിടെ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റിൽ നിന്ന് ആ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ബ്ലാക്കും ബ്രൗണും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് രണ്ടും വലിയ കുഴപ്പം ഇല്ലാതെയാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഇതൊരു പൗഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ജെൽ അല്ലാത്തതുകൊണ്ട് ആ ഒരു നാച്ചുറൽ ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഐബ്രോസ് ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ കാജൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മോൾ ഭാഗത്ത് കണ്ണിൻ്റെ ഉള്ളിലായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക ഭംഗിയും കണ്ണുകൾക്കൊരു എനർജിയൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതിനുശേഷം അതേ കാജൽ വെച്ചിട്ട് തന്നെ കണ്ണിൻ്റെ താഴെയും എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ താഴെ എഴുതുമ്പോൾ ഈ ഒരു കോർണറിലായിട്ട് കുറച്ചൊന്ന് ഞാൻ വീതി കൂട്ടിയിട്ടാണ് കേട്ടോ എഴുതുന്നത്. അതായത് ഇപ്പോൾ കാണിച്ചു തരാം, ഈ ഒരു രീതിയിലാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കണ്ണ് ഭയങ്കരമായിട്ട് വലിയതായിട്ട് തോന്നും, നല്ലൊരു ഷേപ്പിലും നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ മെബിലൈൻ്റെ ജെൽ ഐലൈനർ യൂസ് ചെയ്തിട്ടാണ് മുകളിൽ എഴുതി കൊടുക്കുന്നത്. ജസ്റ്റ് ആ ഒരു സെൻറ്റർ പോർഷൻ, ആ ഒരു കോർണറിൽ നിന്ന് ആ ഒരു സെൻറ്റർ പോർഷൻ വരെ മാത്രമാണ് എഴുതി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളത് സ്മഡ്ജ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു സ്മോക്കി, എന്താ പറയുക, ചെറിയൊരു സ്മോക്കി ഐസ് എഫക്റ്റൊക്കെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ തന്നെ നന്നായിട്ട് ഈ ഒരു മെബിലൈൻ്റെ ജെൽ ഐലൈനറിൻ്റെ പ്രത്യേകത നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ ഈ ഒരു എന്താ പറയുക ഐലൈനർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ, നല്ല അടിപൊളിയാണ്. നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒലിച്ചു വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മസ്കാരയും കൂടി ഇടാണ്ട് അതിന് മുന്നേ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു കുറച്ചൊരു ബ്രൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ഇടുന്നുള്ളൂ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ, കൂടുതൽ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി നമ്മൾ മെബിലൈൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു അടിപൊളി മസ്കാരയാണ്. നമ്മുടെ എന്താ പറയുക ഐ ലാഷസൊക്കെ നല്ല പോലെ നമ്മൾ ഫേക്ക് ലാഷസ് വെച്ചൊരു ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് തോന്നും ചെയ്യും കേട്ടോ. അപ്പോൾ മുകളിലും താഴെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് മസ്കാര. അതിനുശേഷം ബ്ലഷ് ആയിട്ട് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ഐ ഷാഡോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന എൻവൈബ്ഡ് ലിപ്സ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല അടിപൊളിയാണ്, നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമ്മൾ സാധാ ബ്ലഷൊക്കെ യൂസ് ചെയ്യുന്ന പകരം ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നാച്ചുറൽ ലുക്കാണ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്, എങ്കിലാണ് നമുക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇതാ അവിടെ ലാസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു പൊട്ട് വെച്ചു, അതുപോലെ തന്നെ ഇയറിങ്സ് ഇട്ടിട്ടുണ്ട്. മുടി ഞാൻ ജസ്റ്റ് ഒന്ന് ഏഴെടുത്ത് പിന്നാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care. Bye bye. See you.